മക്കൾ കൗമാരപ്രായത്തിലേക്ക് കടന്നാൽ അവരെ മറ്റു മുറികളിലേക്ക് മാറ്റുന്നതാണ് നാട്ടുനടപ്പ്. അതോടെ പിന്നെ അവരുടെ ലോകമാണത്. പഠിക്കാനെന്ന പേരിൽ രാത്രി സമയങ്ങളിൽ ഏറെ വൈകിയും കുട്ടികൾ ഉണർന്നിരിക്കും. മാതാപിതാക്കൾ ശ്രദ്ധിക്കില്ലെന്ന് കരുതിയാൽ പിന്നെ ഇന്റർനെറ്റും പുതിയ സൗഹൃദങ്ങളും തേടിയുള്ള യാത്ര. കൊച്ചിയിലെ ഒരു 12 വയസ്സുകാരൻ ലഹരിക്കടിമയായതും 10 വയസ്സുള്ള അവൻ്റെ സഹോദരിക്ക് MDMA നൽകിയതും അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല. മാതാപിതാക്കൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനായി പോയിരുന്നത്. MDMA വാങ്ങാൻ വീട്ടിൽ നിന്നും അവൻ 3 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചെന്നാണ് വിവരം. ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് സഹോദരിക്ക് ലഹരി നൽകിയതായി കുട്ടി വെളിപ്പെടുത്തിയത്. മാതാപിതാക്കൾ ഉറങ്ങിക്കഴിയുമ്പോഴായിരുന്നു 12-കാരൻ വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനായി പുറത്തിറങ്ങിയിരുന്നത്. ലഹരി തേടി രാത്രി വീട്ടിൽ നിന്നും സൈക്കിളുമായി കുട്ടി പുറത്തിറങ്ങുന്നത് പതിവാണ്. ഒരു ദിവസം കുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ നെടുമ്പാശ്ശേരിക്ക് സമീപത്തു നിന്നും കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 12-കാരൻ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത്. മാതാപിതാക്കൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ കുട്ടി അക്രമാസക്തനാകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നും എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നുമായിരുന്നു 12-കാരന്റെ ഭീഷണി. ലഹരി വാങ്ങുന്നതിനായി കുട്ടി 3 ലക്ഷം രൂപ വീട്ടിൽ നിന്നും മോഷ്ടിച്ചതാണ് വിവരം. എന്നാൽ ഇതറിഞ്ഞിട്ടും എളമക്കര പോലീസ് CWCക്ക് റിപ്പോർട്ട് നൽകിയില്ല. തുടർച്ചയായ ലഹരി ഉപയോഗം ആൺകുട്ടിയുടെ മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. പിന്നാലെ കുട്ടിയെ കൊച്ചിയിലെ ലഹരി വിമോചന കേന്ദ്രത്തിലെത്തിച്ചു. ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് 10 വയസ്സുകാരിയായ സഹോദരിക്ക് ലഹരി നൽകിയിരുന്നതായി 12-കാരൻ വെളിപ്പെടുത്തിയത്. സഹോദരിയെയും ചികിത്സയ്ക്കായി ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗം കുട്ടിയുടെ മാനസിക നില തകരാറിലാക്കിയിരിക്കുകയാണ്. അതിനാൽ അക്രമാസക്തനായാണ് കുട്ടി പെരുമാറുന്നതെന്നാണ് വിവരം. ന്യൂസ് 18 കൊച്ചി.